ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനുഷ്യൻ അനേക തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. മിക്ക കർമ്മങ്ങളും സ്വാർത്ഥബുദ്ധിയോടും കർത്തൃത്വ ബുദ്ധിയോടും ഫലത്തിൽ അമിതമായ ഇച്ഛയോടും കൂടിയാണ് കർമ്മം ചെയ്യുന്നത്. അത്തരം കർമ്മങ്ങൾ ഓരോ ജീവനെയും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കർത്തൃത്വ ബുദ്ധിയും ഫലേച്ഛയും കൂടാതെ സേവന നിരതരായി ചെയ്യുന്ന കർമ്മം ബന്ധിക്കുകയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക കൂടി ചെയ്യും. അതിനാൽ എങ്ങനെയാണ് കർമ്മം നാം ചെയ്യേണ്ടത്? എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? ഭഗവത് ഭജനം ചെയ്യും ഭക്തമാം ഹൃദയത്തിങ്കൽ ഭഗവത് ചൈതന്യത്തിൻ്റെ രശ്മികൾ സംക്രമിച്ചിടും. നാം ചെയ്യുന്ന കർമ്മം ഓരോന്നും ഈശ്വര ഭജനമാക്കി മാറ്റണം. ഈ കർമ്മം ചെയ്യാനുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നത് സർവേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ നാം ചെയ്യുന്ന ഏത് കർമ്മവും ഭഗവത് ഭജനമാണ്, അല്ലെങ്കിൽ ഈശ്വര പൂജയാണ്. ഏത് കർമ്മത്തെയും ഈശ്വര പൂജയായി, യജ്ഞമായി മാറ്റാൻ നമുക്ക് സാധിക്കും. കാരണം ആ കർമ്മം ചെയ്യാനുള്ള ശക്തി സർവേശ്വരനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലം എന്തായാലും അത് അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താലോ അതിൻ്റെ ഫലം നമ്മെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് മഹത്തുക്കൾ നമ്മോട് പറയുന്നത്, നിഷ്കാമമായി സ്വാർത്ഥബുദ്ധിയില്ലാതെ ചെയ്യുന്ന കർമ്മം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും എന്ന്. അതേത് കർമ്മമായാലും അത് ഭഗവത് ഭജനമാണ്. ഭഗവത് ഭജനം ചെയ്യും ഭക്തമാം ഹൃദയത്തിങ്കൽ ഭഗവത് ചൈതന്യത്തിൻ്റെ രശ്മികൾ സംക്രമിച്ചിടും. അങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരാളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഭഗവത് ചൈതന്യം സ്ഫുരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അനുഭവമാകുന്നതോ സന്തോഷം, സമാധാനം, സംതൃപ്തി, പൂർണ്ണത, പരമമായ ആനന്ദാനുഭൂതി. ഇതാണ് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന ഏതു കർമ്മവും യജ്ഞമാണ്. ഈശ്വര പ്രീതിക്ക് ചെയ്യുന്ന കർമ്മമാണ് യജ്ഞമായി മാറുന്നത്. അപ്പോൾ ഏത് കർമ്മവും യജ്ഞമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഭഗവത് ഭജനം ചെയ്യും ഭക്തമാം ഹൃദയത്തിങ്കൽ ഭഗവത് ചൈതന്യത്തിൻ്റെ രശ്മികൾ സംക്രമിച്ചിടും.